ഈശ്വരനെ എങ്ങനെയാണ് സേവിക്കേണ്ടത്, എങ്ങനെയാണ് ആരാധിക്കേണ്ടതെന്ന് ശാന്തിമാര് കാണിച്ചു തരുന്നുണ്ടല്ലോ. അവർ കണ്ടില്ലേ കുളിപ്പിക്കുന്നത്, അവർ കണ്ടില്ലേ വസ്ത്രം ധരിപ്പിക്കുന്നത്, അവർ കണ്ടില്ലേ സുഗന്ധം പൂശുന്നത്, അവർ കണ്ടില്ലേ നിവേദ്യം കൊടുക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? രാവിലെ ഒരിക്കലെങ്കിലും മരിക്കുന്നതിന് മുൻപ് ഒരിക്കലെങ്കിലും നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും നിങ്ങളൊന്ന് വിളിച്ചിരുത്തുക. നാളേക്ക് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, മരണം വരുമൊരു നാൾ, അരനിമിഷം പോലും കളയരുത്. കാരണം തിരിച്ച് വീട്ടിൽ ചെല്ലുമെന്ന് ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? തിരിച്ച് വീട്ടിൽ ചെല്ലുമെന്ന് ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ഇപ്പം കണ്ടില്ലേ മനുഷ്യൻ്റെ കാര്യമേ. ഇന്നിവിടെ പ്രഭാഷണം നടത്താൻ നമ്മളൊരാളെ നിയോഗിച്ചു, പെട്ടെന്ന് അദ്ദേഹത്തിന് നെഞ്ചുവേദന ഉണ്ടായി, ഹോസ്പിറ്റലൈസ്ഡ് ആയി. നിങ്ങൾ ചിന്തിക്കുക, പറ്റിയോ? നിയോഗമാ. ഞാൻ അതാ പറയാം, ചെല്ലുമെന്ന് ഒരുറപ്പുമില്ല. ഇന്നലെ കണ്ടില്ലേ MBBSന് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സ്വത്തും സമ്പാദ്യം ഒക്കെ മുടക്കും, കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് സ്വപ്നം കണ്ടോ? കഴിഞ്ഞ ദിവസം പത്രത്തിൽ വാർത്ത, മക്കളെ കൊണ്ട് അനുഭവിക്കാൻ യോഗമുണ്ടായോ? അടുത്ത് കാണുമ്പോൾ ആ യോഗം എന്താണെന്ന് അറിയില്ല. അകന്ന് കഴിയുമ്പോഴേ നിങ്ങൾ മൂല്യത്തെ തിരിച്ചറിയുള്ളൂ. അതല്ല നമുക്ക് വേണ്ടത്. ഇപ്പോഴടുത്തിരിപ്പില്ലേ, ഒന്ന് ചേർത്ത് പിടിച്ചുകൂടെ നിങ്ങൾക്ക്? ഈ പ്രായമുള്ള അച്ഛന്മാരൊക്കെ പുറകിൽ ഇരിപ്പുണ്ടല്ലോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പാണ്ടിലോറി വരുമ്പോൾ തവള ഇരിക്കുന്ന പോലെ വേർപ്പിച്ചിരിക്കുമ്പോൾ അവരുടെയൊക്കെ മനസ്സ് കരിങ്കല്ലാന്നാ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഒന്നുമല്ല. ഒന്ന് ചേർത്ത് പിടിച്ചു നോക്കിക്കേ, ആ കവിളത്തൊരു ചുംബനം ഒന്ന് കൊടുത്തു നോക്കിക്കേ. ഉമ്മ വെക്കാൻ പഠിപ്പിക്ക്, നിങ്ങൾ ഉമ്മ വെക്കാൻ പഠിപ്പിക്ക്. കുഞ്ഞുങ്ങളെ ആ കവിളത്തൊരു ചുംബനം കൊടുക്ക്, അച്ഛൻ്റെ കവിളത്തൊരു ചുംബനം കൊടുക്ക്. ചത്ത് കഴിയുമ്പോൾ അയ്യോ അച്ഛാ പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ചത്ത ശവത്തെ പോയി ചുംബിക്കാനല്ല പഠിപ്പിക്കേണ്ടത്. ജീവിച്ചിരിക്കുന്ന അച്ഛൻ്റെ പാദപൂജ ചെയ്യാൻ പഠിപ്പിക്ക്. രാവിലെ പറ്റുമെങ്കിൽ അച്ഛനെ ഒന്ന് കുളിപ്പിച്ച്, അല്ലെങ്കിൽ കുളിച്ചു വന്നിരിക്കുന്ന അച്ഛൻ്റെ പാദത്തിൽ വന്ന് ഒന്ന് തൊട്ട് നമസ്കരിക്കാനെങ്കിലും നിങ്ങൾ ഒന്ന് മനസ്സ് കാണിച്ചേ. അതിൽ പരം പുണ്യം ജീവിതത്തിൽ കിട്ടാനുണ്ടാവില്ല. അവർ മനസ്സുകൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കും, നന്നായി വരുമെന്ന് പറയും. അത് മതി മക്കളെ, ജീവിതത്തിൽ പുണ്യം. ഒരു ക്ഷേത്രത്തിലും പോകണ്ട. ഞാൻ ലോകത്തുള്ള ക്ഷേത്രങ്ങളിലൊന്നും തൊഴാനൊന്നും പോകത്തില്ല. ഈ ചന്ദനം കണ്ടൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഇത് ഞാൻ വീട്ടിൽ പൊടിക്കുന്ന മഞ്ഞപ്പൊടിയാ. ഈ ചുവന്നിരിക്കുന്ന കുങ്കുമം ഞാൻ വീട്ടിലുണ്ടാക്കുന്ന കുങ്കുമ. മഞ്ഞളും ചുണ്ണാമ്പോട് ഒരു അനുപാതത്തിൽ ചേർത്ത സാധനമാ. മഞ്ഞൾ തേക്കുന്നത് നല്ലതാ കേട്ടോ. എനിക്ക് ജലദോഷം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. ഈ കണ്ട ഒരു 58ഓളം ബോഡി ഈ കോവിഡ് കാലത്ത് കൊണ്ടടക്കി നിരവധി രോഗികളെ കോവിഡ് കാലത്ത് പൊക്കിയെടുത്തോണ്ട് പോയി. എത്രയോ സ്ഥലങ്ങൾ ശുചീകരണം ചെയ്തു. ഗുരുവിൻ്റെ അനുഗ്രഹം കോവിഡ് എന്ന് പറയുന്ന സാധനം ഇതുവരെ തൊട്ട് തീണ്ടിയിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ധാർമ്മിക ബോധത്തോടെ കർമ്മം ചെയ്താൽ ഒന്നിനെയും ഭയക്കണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ പലരും ഭയന്നു, മൂക്കത്ത് മൂടി കെട്ടി കാണാത്ത സാധനത്തിനെ ഭയന്ന് ഓടി നടക്കുക ഇല്ലേ. മുള്ളു പോലിരിക്കുന്ന ഒരു സാധനമാണ് കൊറോണ വൈറസ് എന്ന പത്രത്തിലും TV-യിലും കണ്ടാണ് നിങ്ങൾ അറിഞ്ഞത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ണുകൊണ്ട്? ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരണുവിൻ്റെ മുന്നിൽ ഭ്രമിച്ച് ഓടിയൊളിച്ച മനുഷ്യ എന്ത് കണ്ടിട്ടായി അഹങ്കരിക്കുന്നത്? എന്ത് കണ്ടിട്ട്? അതല്ല നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഈ കൺമുന്നിൽ കാണുന്നതിനെ ചേർത്ത് പിടിക്ക്, അവരെ സ്നേഹിക്ക്. അതാണ് ഗുരു നമുക്ക് അരുൾ ചെയ്ത വചനങ്ങൾ. അങ്ങനെയുള്ളവരുടെ മനസ്സിൽ ആരുണ്ടാവും? ഗുരുവുണ്ടാവും. ഗുരുവിനെ മനസ്സിൽ പ്രതിഷ്ഠിക്ക്. ഗുരുവിനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചാൽ നന്മ ചെയ്യാനേ നമ്മെ കൊണ്ട് പറ്റൂ. സ്നേഹമുള്ളവരെ, അത് നിങ്ങളെ കൊണ്ടാവണം. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഇവിടെ ഭക്ഷണം ഉണ്ടായിരിക്കും അല്ലേ? ഭക്ഷണം ഉണ്ടോ? ആ ഭക്ഷണമുണ്ട്. ഇന്ന് തന്നെ അമ്മയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അമ്മേ ബാ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുള്ള ചോറുരുട്ടി അമ്മയുടെ വായിലോക്ക് വെച്ച് കൊടുക്കണം. പച്ചരിയും ദർഭയും കൂടെ കുത്തി വെച്ച് കൊടുക്കുക എന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. കാരണം ചത്ത് കഴിഞ്ഞ പച്ചരി തീറ്റിക്കണ്ടല്ലോ, ഇവിടെ വെന്ത ചോറായിരിക്കും തരുന്നത് കേട്ടോ. അപ്പോൾ ഇഞ്ഞു വാ എന്ന് വിചാരിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഓം സും 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 എന്നൊക്കെ മനസ്സിലങ്ങ് ചൊല്ലിക്കോ. എന്നിട്ട് ഇന്നാ ഇരിക്കട്ടെ, ഓം ശാന്തി 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 എന്ന് പറഞ്ഞ് നമ്മുടെ വായിലോട്ട് വെച്ച് കൊടുത്തു. ഒരു കുഴപ്പമില്ല. ഭർത്താവിന് ഭാര്യയ്ക്ക് കർമ്മം ചെയ്യാൻ മരിച്ചു കഴിയുമ്പം കേട്ടോ. ആര് കർമ്മം ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. മക്കൾ ചെയ്തോളൂ എന്ന് പറഞ്ഞിരുന്നിടത്ത് മക്കൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ കർമ്മം ചെയ്യാം. അപ്പോൾ ഭാര്യ ഇന്ന് എന്ത് ചെയ്യണമെന്നറിയാമോ? ചേട്ടാ വാ ചേട്ടാ, ഓം ശാന്തി 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 ഒരുള്ള ചോറുട്ടി ചേട്ടൻ്റെ വായിൽ വെച്ച് കൊടുക്ക്. തിരിച്ച് ഭർത്താവ് ഭാര്യയ്ക്ക് കർമ്മം ചെയ്യാം കേട്ടോ. ബലം പിടിച്ചിരുന്നാൽ പോരാ, ഇച്ചിരി ഒന്ന് ചിരിക്കാൻ. എന്തിനാ ഈ ബലം പിടിക്കുന്നേ? നമ്മൾ ബലം പിടിച്ചിട്ട് ഒരു കാര്യവുമില്ല. അവസാനം മനസ്സിൽ ഒതുക്കത്തിൽ പോയിരുന്ന കരയോ. അച്ഛന്മാരൊക്കെ മക്കളുടെ മുന്നിൽ നിന്ന് കരയാൻ നാണക്കേടാ, അഭിമാനം. എന്നിട്ടോ മക്കളുടെ ചീത്തവിളിയെല്ലാം കേട്ടിട്ട് അവരെ മുന്നിൽ ദേഷ്യപ്പെട്ടിട്ട് ഒതുക്കത്തിൽ പുറകിൽ പോയി നിന്ന് നെഞ്ചു പൊട്ടി കരയും. എന്നിട്ട് 2 ചാട്ടവും ചാടും. പക്ഷേ അവരുടെ മനസ്സിൽ വേദനയാ. അതൊക്കെ ഒന്ന് മാറ്റണ്ടേ? മക്കളെ സ്നേഹിക്കാൻ പഠിക്കുക, സ്നേഹിക്കാൻ പഠിക്കുക. ഇല്ലെങ്കിൽ ഈ മനുഷ്യ നന്മയില്ലാത്ത ലോകത്തിലേക്ക് പോകും. ഇന്ന് നമ്മളുടെ ലോകം പ്രകൃതിക്ക് വിരുദ്ധമായി ജീവിക്കുന്ന ലോകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്.
നമ്മൾ പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്നില്ല. മണ്ണിൽ നടന്ന് നമ്മളിൽ നിന്ന് ചെരുപ്പേ കയറി, കല്ലേ കയറി, ടൈലേ കയറി, ഇപ്പം നടുവേദനയാണ്, കാലുവേദനയാണ്. നമ്മുടെ മുട്ടൊക്കെ ഇപ്പോൾ കോഴിക്കാല് പോലെ ഇരിക്കുന്ന, വളച്ചാ വളയത്തില്ല, ആ സ്റ്റൈലിലാണ് നമ്മുടെ മുട്ടൊക്കെ ഇരിക്കുന്നത്. മനസ്സിലായോ? ഇതൊക്കെ മാറണമെന്ന് ഈ മണ്ണി ചവിട്ടി ഒന്ന് നടത്താനേ മക്കളെ. മുറ്റത്തിച്ചിരി മെറ്റിലും കല്ല് വെക്കും. അയ്യോ തൊടാമേല്ല, ചോര പൊടിയുമെന്നാ പറയുന്ന. കാല് ജനിച്ചപ്പോഴേ ചെരുപ്പ് ഇട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് വന്നത് അല്ലല്ലോ. അപ്പോൾ ഒന്ന് മണ്ണിത്തൊട്ട് നടന്നു നോക്കി. ഒരു മാഗ്നറ്റും കയറ്റി കാലിൻ്റെ കീഴെ വെക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല സാധനങ്ങൾ കഴിക്കാനേ, പോത്തിനെയും പട്ടിയെയും പോത്തിനെ അത് മാത്രം കഴിച്ചാൽ പോരാ. എല്ലാവർക്കും കുഴിമാന്തി മതി എന്നാ പറയുന്നത്. ഇപ്പം അതിന് മാന്തിക്കൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? ചൊറിച്ചില്ല മക്കൾക്കൊക്കെ ഇപ്പോൾ സ്കിൻ ഡിസീസാ. കാര്യം എന്താ? ഉള്ള ഹോർമോൺ ചിക്കൻ എല്ലാം കൊടുത്തിട്ട് കുഞ്ഞുങ്ങളൊക്കെ നടക്കുന്ന കാണുമ്പോൾ ചിരിയ. ഞാനൊക്കെ ഇപ്പോഴും കാലെടുത്ത് ഇങ്ങനെ വെച്ച് പത്മാസനത്തിൽ ഇരിക്കും, ഒരു കുഴപ്പമില്ല. ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് വയസ്സ് 50 കഴിഞ്ഞു, ഒരു രോഗവും ഇതുവരെ ഭഗവാൻ തന്നിട്ടില്ല കേട്ടോ. എത്ര പേർക്ക് പറയാൻ പറ്റും? എത്ര പേർക്ക് പറയാൻ പറ്റും? പ്രഷർ, ഷുഗർ, അത് ഇത് തിന്നുമ്പോൾ ഓർക്കണമെന്നേ. മനസ്സിലായോ? കുറേയൊക്കെ തിന്നുമ്പോൾ ഓർക്കണം, ഇത് രോഗമാണ്. അമ്മ സ്നേഹിക്കുക മക്കളെ, അങ്ങ് കൊല്ലുകയാണ് അമ്മമാരെ. മക്കളെ തിന്നടാ മോനെ, കോഴിക്കാല് വറുത്തതുണ്ടാ, തിന്നടാ, ഒരു വറുത്ത മീനൂടെ കൂട്ടിക്കോടാന്നാ പറയുന്നത് ഇല്ലേ? അങ്ങനെ വറുത്തും പൊരിച്ചും ഒലത്തിയും കൊടുക്കുമ്പോൾ ഓർത്തോണം, ഇത് പോക്ക് ആരോഗ്യം കിഴപ്പോട്ടാണ് പോകുന്നത്. എന്നിട്ടോ അന്നേരപ്പോഴും തിന്നുന്നത് പാറ്റാക്കാട്ടം എടുത്ത് വായിലിട്ടാലും മൊബൈൽ ഫോണെ നോക്കിക്കൊണ്ടാണ് കഴിക്കുന്നത് കുഞ്ഞുങ്ങളെ. ഇതാണ് കുഞ്ഞുങ്ങളുടെ ആഹാരത്തിൻ്റെ രീതി. അപ്പം ഈ ഒരു രീതികളൊക്കെ ആയതുകൊണ്ട് ഇന്ന് ചിരിക്കാൻ മറന്നു പോകുന്നു, മുഖത്തോട്ടൊന്ന് നോക്കാൻ മറന്നു പോകുന്നു, തൻ്റെ കണ്ണിലുണ്ടാകുന്ന ആ വിഷാദ രോഗത്തെ കാണാൻ മറന്നു പോകുന്നു, ഭാര്യയുടെ മുഖത്തുണ്ടാകുന്ന ആ ദേഷ്യത്തെയും വിഷമത്തെയും ഒന്നും കാണാൻ ഭർത്താവ് മറന്നു പോകുന്നു. ഭർത്താവ് ലോകം മുഴുവൻ കറങ്ങി തിരിഞ്ഞു വരുമ്പോൾ ഭർത്താവിൻ്റെ ടെൻഷൻ ഒന്നറിയാൻ ഭാര്യ മറന്നു പോകുന്നു. ഈ ടെൻഷൻ എല്ലാം കഴിഞ്ഞു വരുമ്പോൾ വീട്ടിനുള്ളിൽ കിടക്കുന്ന അച്ഛനമ്മമാരോട് കഴിച്ചോ എന്നൊന്ന് ചോദിക്കാൻ പോലും മറന്നു പോകുന്നു നമ്മൾ. അരുത്. വൈകിട്ട് വരുമ്പോൾ അച്ഛൻ കഴിച്ചെന്ന് മോൻ അറിയാം, എങ്കിലും അച്ഛാ കഴിച്ചായിരുന്നോ? ഇതവർ പ്രതീക്ഷിക്കുന്നു കേൾക്കാൻ. അമ്മേ കഴിച്ചായിരുന്നോ? മരുമോളോട് അമ്മ മരുന്ന് കഴിക്കുന്നത് കണ്ടു, എന്നാലും അമ്മേ മരുന്ന് കഴിച്ചോ? അമ്മ പിറ്റേ ദിവസം പറയുന്നത് കേൾക്കാം, അവള് എന്നാ പറഞ്ഞാലും അവളിച്ചിരി കുശുംബിയാണെന്നേ ഉള്ളൂ, പക്ഷേ എന്നാ സംരക്ഷണമെന്നറിയാവോ? അവരത് ഉദക്കത്തിൽ കേൾക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു സുഖം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ 32ാമത് ദർശനോത്സവ വേദിയിൽ നിന്ന് കടന്നു പോകുമ്പോൾ പരസ്പരം വിദ്വേഷമില്ലാത്ത ഒരു മനസ്സോടുകൂടി കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞോ. ഇത്തരത്തിൽ ഈ ദർശന സുഹൃതം പേറി ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങളെല്ലാവരും, ഞാൻ പറഞ്ഞില്ലേ, മനസ്സിലെ വിദ്വേഷമൊക്കെ മാറ്റി പരസ്പരം സ്നേഹിക്കുവാൻ, പരസ്പരം ചേർത്ത് പിടിക്കാൻ. വേലിക്കല്ലൊന്ന് ഇളയിക്കോട്ടെ, ഇതും കൊണ്ട് പോകത്തില്ലെന്നേ. മുള്ളുവേലിയൊന്ന് മാറ്റിക്കോട്ടെ, ഇതൊന്നും കൊണ്ട് പോകത്തില്ലെന്നേ. ആ വണ്ടിയിലൊന്ന് കയറിക്കോട്ടെ, ഒരു കുഴപ്പമില്ലെന്നേ. ആരെവിടെ കൊണ്ടുപോകാൻ? നിങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. വിട്ടുവീഴ്ച, സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങ്, ഇത് പിണക്കം കൊടുത്ത് പിണക്കം വാങ്ങിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒന്ന് സംസാരിച്ചാൽ തന്നെ തീരുന്ന പ്രശ്നമാണ് പലതും. അതിനൊക്കെ നിങ്ങൾ തയ്യാറാകണം എന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്.